പ്രഭാസ് വെജി വേൾഡ്. ഇന്ന് ഞാൻ വന്നത് വേറൊരു ലെഫ്റ്റ് ഓവർ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ചപ്പാത്തി എന്തായാലും ബാക്കി വരാതിരിക്കാറില്ലല്ലോ. അപ്പൊ ഞാൻ ആ ചപ്പാത്തി വെച്ചിട്ട് ഒരു എഗ്ലെസ് ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അടിപൊളി റെസിപ്പിയാണ്, കണ്ടു നോക്കൂ. അപ്പൊ നമ്മുടെ എഗ്ലെസ് ചപ്പാത്തി ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കപ്പില് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ചപ്പാത്തിയിൽ ഉണ്ടാക്കാനേ ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടിയാണ്, വറുത്ത ജീരകത്തിന്റെ പൊടി. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ അജ്വൈനാണ്, കാരം സീഡ്സ്, ഓമം എന്നൊക്കെ പറയുന്നത്. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അജ്വൈൻ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അജ്വൈൻ തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, ഇട്ട് തിളപ്പിച്ചത്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലംസ് ഒന്നും ഇല്ലാത്ത വിധത്തിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും നല്ലവണ്ണം ഇടുന്നുണ്ട് ഞാൻ. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകാണ് ഇടുന്നത്, ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയുടെ ഇലയും കൂടി നന്നായി ചെറുതായി അരിഞ്ഞ് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എരിവ് പോരായെങ്കിൽ ഇപ്പോൾ ഇടാട്ടോ. ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. ഒരുപാട് വാട്ടറി ആയിട്ട് മിക്സ് ചെയ്യരുത്, നമുക്കത് കുക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. കുറച്ച് വെള്ളം കൂടി വേണം. അപ്പൊ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് കണ്ടോ, ഇതാണ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതിനെ ചപ്പാത്തിയിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഇതാ ഞാനൊരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്, അതിലേക്കാണ് സ്പ്രെഡ് ചെയ്യാം നമുക്ക്. ഇതാണ് കൺസിസ്റ്റൻസി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അപ്പോൾ തന്നെ പാനിലിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് നേരം തേച്ച് വെക്കരുത്, അപ്പൊ സോഗിയാ പോകും നമ്മുടെ ചപ്പാത്തി. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാന് ചൂടാവുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈവൻ ആയിട്ടാവും കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്യാം. ഇതിനെ കമത്തിയാണ് ഇടേണ്ടത്. അതായത് ആ സ്പ്രെഡ് ചെയ്തിട്ടുള്ള മിക്സ്, സ്പ്രെഡ് ചെയ്ത സാധനം അടിയിലേക്ക് വേണം. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിന്റെ മേലേക്ക് 1 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. ഇനി അതിൽ ഒന്ന് ചൂട് കുറച്ചിട്ട് നമുക്ക് ഈ മിക്സിനെ മുകൾ ഭാഗത്ത് തേച്ചു കൊടുക്കാം. ഇത് മിക്സ് തേക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലെയിം കുറച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ അടി കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് തേച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിതിനെ മറിച്ചിടണം. കണ്ടോ, ആ സൈഡ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ ഇത്തിരി കുക്കിംഗ് കുറവാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എഗൈൻ മറിച്ചിടാം. ഇതിനെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് ചെയ്യാം. കാരണം അവിടെ ഓയിൽ ഇല്ല ആ സൈഡിൽ, അതുകൊണ്ട് കുറച്ച് ഓയിൽ നമുക്ക് തേച്ച് കൊടുത്തതിന് ശേഷം എഗൈൻ ഒന്നും കൂടി കുക്ക് ചെയ്യണം. എന്നാലേ അത് ഗോൾഡൻ കളറിലാവുള്ളൂ, നന്നായി കുക്കാവുള്ളൂ. അപ്പൊ ഇതിനെ കണ്ടോ, ഈ സൈഡ് അപ്പോഴേക്കും തന്നെ നമുക്ക് ആയിട്ടുണ്ട്. ഇതിന് ഇതൊരു 2 മിനിറ്റോളം വെക്കുന്നുണ്ട് ഞാൻ. കണ്ടോ, 2 സൈഡും സൂപ്പറായി കുക്കായിട്ടുണ്ട്. ഈ എഡ്ജസ് ഒക്കെ കുക്കായിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്, ലെഫ്റ്റ് ഓവർ ചപ്പാത്തി കൊണ്ടുള്ള റെസിപ്പി. ഇനി ഇതിനെ നമുക്ക് വാങ്ങിയെടുത്ത് ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇതിനെ സർവിംഗ് പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. എഗ്ലെസ് ചപ്പാത്തി ഓംലെറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതധികം തിക്കൊന്നും ഇല്ല, ഒരുപാട് തിക്കൊന്നും അല്ല കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഇത് ചപ്പാത്തിയാണെന്ന് പോലും നമുക്ക് തോന്നുകയില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് റെസിപ്പി തന്നെയാണ്. ഉള്ളിയും പച്ചമുളകും മല്ലിയിലയൊക്കെ ആയിട്ട് ഒരു സൂപ്പർ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. താങ്ക് യു.